പഠിക്കാനുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ബികോമിലെ കമ്പനി ലോ ആണ്. BCOC-135 എന്നുള്ളതാണ് ഇതിന്റെ കോഴ്സ് കോഡ് വരുന്നത്. കമ്പനി ലോ എന്ന് പറയുമ്പോൾ തന്നെ അതായത് ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ്, ആ കമ്പനിയുടെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട് അല്ലെ, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ. നമ്മുടെ ചുറ്റും നമ്മൾ എന്തോരം കമ്പനികൾ കാണുന്നുണ്ട്, നമുക്ക് ഇതൊക്കെ അറിയാം അല്ലെ. ഇതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ബേസിക് ആയിട്ട് നിങ്ങൾ കമ്പനീസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. സോ അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങൾക്ക് കിട്ടും, ഒരു കമ്പനീനെ കുറിച്ച്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സബ്ജക്റ്റില് നമുക്ക് ഫസ്റ്റ് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ ആണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കമ്പനി എന്താണ്, കമ്പനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അല്ലെ. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ പഠിക്കും. അതായത് എന്താണ് കമ്പനി എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരും, അതിന്റെ ഡിഫറെന്റ് ഫോംസ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാവുന്ന ഇപ്പൊ പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ പബ്ലിക് ലിമിറ്റഡ് ആയിട്ടുള്ള, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ നമ്മളെ ചുറ്റിലുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, പിന്നെ അതുപോലെ ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട്, അവരെന്താണ്, അവരെന്തൊക്കെയാ ചെയ്യുന്നത്, പിന്നെ അതുപോലെ എങ്ങനെയാണ് ഒരു കമ്പനി നമ്മൾ ഫോം ചെയ്യുക, അതിനുള്ള ലീഗൽ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പനീസിനുള്ള അതോറിറ്റീസ്, അതായത് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള അതോറിറ്റീസ് എന്തൊക്കെയാണ്, കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ പറയുന്നത് പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ ഒരു കമ്പനി ഫോർമേഷൻ നമ്മൾ പറയുന്ന സമയത്തും നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ കമ്പനി ഫോർമേഷനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. കാരണം ഏതൊരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് അറിയാം നമ്മൾ ലീഗലി കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, നമ്മൾ കുറെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും അല്ലെ. സോ ഇത്തരത്തിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു, ഈ ഓരോ ഡോക്യുമെന്റ്സിലും എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ, സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 കാര്യങ്ങളുണ്ട്. അത് മൂന്ന് യൂണിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ കുറച്ചധികം യൂണിറ്റ്സ് ഉണ്ട്, ഒരു 5 യൂണിറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ബ്ലോക്കിൽ വളരെ കുറവാണ്, 3 യൂണിറ്റ്സ് നമുക്ക് വരുന്നുള്ളൂ. അത് തന്നെ ഈ ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഇത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തിയറി സബ്ജക്റ്റ് ആണ്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാവുന്ന ഒരു തിയറി സബ്ജക്റ്റ് ആണ് കമ്പനി ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസ്പെക്ടസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇതുണ്ട്. അതായത് നിങ്ങളിപ്പോ ഇഗ്നോയുടെ അണ്ടറിലായാലും അല്ലെങ്കിൽ എവിടെയായാലും നിങ്ങളിപ്പോ ഏതെങ്കിലും കോളേജിൽ ചേരുവാണ്, അങ്ങനെ എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എന്തുണ്ടാവും, അവര് നമുക്ക് അവരുടെ ഒരു പ്രോസ്പെക്ടസ് തരും, അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ടല്ലേ. സോ ആ ഒരു പ്രോസ്പെക്ടസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അവിടെ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് തരുന്ന ഒരു ബുക്ക്ലെറ്റ്സ് പോലെ തരുന്നത്. സോ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതുമായിട്ട് സിമിലർ ആണ്. അതൊക്കെ വെച്ച് നമുക്ക് അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ ഡോക്യുമെന്റ്സ്. ഓരോന്നിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അതാണ് നമ്മുടെ ഈ സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നത്. നമ്മൾ തേർഡ് ബ്ലോക്കിലേക്ക് കടക്കുമ്പോഴേക്കും അവിടെ പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ആൻഡ് മെമ്പർഷിപ്പ് ആണ്. അതായത് നമുക്കറിയാം ഒരു കമ്പനി എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഒരുപാട് പേര് ചേർന്നിട്ടാണ് അല്ലെ, നമ്പർ ഓഫ് ആൾക്കാർ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അതായത് അവർ ഓരോരുത്തരും അതിന്റെ ഓണേഴ്സ് ആണ്. അവർ ഓണേഴ്സ് ആവുന്നത് എങ്ങനെയാണ്, ആ കമ്പനിയുടെ ഷെയർ മേടിച്ചുകൊണ്ടാണ്. സോ ആ ഒരു ഷെയർ ക്യാപിറ്റൽ എന്താണ്, ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ കമ്പനിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതായത് ഷെയർ ആൻഡ് ലോൺ ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ അലോട്ട്മെന്റ് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ തിയറി ബേസിസ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റൈറ്റ് നമുക്ക് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പനിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് കിട്ടാവുന്ന മെറിറ്റ്സ് എന്തൊക്കെ ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു തേർഡ് ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. തേർഡ് ബ്ലോക്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 4 യൂണിറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ദെൻ ഫോർത്ത് ബ്ലോക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ കമ്പനി മാനേജ്മെന്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതായത് ആദ്യം നമ്മൾ കമ്പനി എന്താന്ന് പറഞ്ഞു, പിന്നെ അത് നമ്മൾ അതിന്റെ ഫോർമേഷൻ എങ്ങനെയാന്ന് പറഞ്ഞു, പിന്നെ അതിന്റെ ഡോക്യുമെന്റ്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു, പിന്നെ അതിന്റെ ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഫോർത്ത് ബ്ലോക്കിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കമ്പനി മാനേജ്മെന്റ് എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ കമ്പനി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കമ്പനീസിൽ ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ മാനേജീരിയൽ റെമ്യൂണറേഷൻസ് ഒക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, കമ്പനി സെക്രട്ടറി എങ്ങനെയാണ് വരുന്നത്. കമ്പനി സെക്രട്ടറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോമേഴ്സ് എടുത്തിട്ട് CS കോഴ്സ് കമ്പനി സെക്രട്ടറിഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് കമ്പനി സെക്രട്ടറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ
പിന്നെ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോർഡ്, അതായത് ഈ ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടൊക്കെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വേണം അല്ലെ, ഇതിന്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനും ഇതിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. സോ അത്തരത്തിലുള്ള മീറ്റിംഗ്സ് എങ്ങനെയൊക്കെയാണ് നടക്കാറുള്ളത്, അത് എത്ര വട്ടം നടക്കും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ പറയുന്ന കമ്പനി മാനേജ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ 4th ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 4th ബ്ലോക്കിലും ഇതേപോലെ തന്നെ നമുക്ക് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ദെൻ ഫൈനലി നമ്മൾ 5th ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ നോക്കുന്നത് ഡിവിഡൻഡ്, അക്കൗണ്ട്സ്, ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ് ആണ്. അതായത് കമ്പനീസ് എന്തായാലും അതിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡിവിഡൻഡ് പേയ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് അവിടെ എങ്ങനെയാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്, ഓഡിറ്റിംഗ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഫൈനലി ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാണ്, അതായത് നിർത്തുവാണ്, ക്ലോസ് ചെയ്യുവാണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നോക്കുന്നത്. ഇവിടെ നമുക്ക് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഇത് ഓരോന്നിനും ഓരോ യൂണിറ്റ്, ഡിവിഡൻഡ്, അക്കൗണ്ട്, ഓഡിറ്റിംഗ്, ദെൻ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞ 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 5th ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ BCOC-135 എന്നുള്ളതാണ് ഇതിന്റെ കോഴ്സ് കോഡ് വരുന്നത്. കമ്പനി ലോ ആണ്. അപ്പൊ കമ്പനി ലോയിൽ നമുക്ക് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ ആണ്. അതിൽ യൂണിറ്റ് 1 നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ്, യൂണിറ്റ് 2 നമ്മൾ പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി എന്താണെന്നുള്ളത് നോക്കുന്നു, യൂണിറ്റ് 3 നമ്മൾ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറയുന്നു, യൂണിറ്റ് 4 നമ്മൾ എന്ത് പറയുന്നു, ഫോർമേഷൻ ഓഫ് എ കമ്പനി എങ്ങനെയാന്ന് പറയുന്നു, ആൻഡ് യൂണിറ്റ് 5 നമ്മൾ അതോറിറ്റീസ് അണ്ടർ കമ്പനീസ് ആക്ട് 2013 നമ്മൾ എന്താന്നുള്ളതും പറയുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ഫോർമേഷനും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്, പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സ്. ഇവിടെ നമുക്ക് 3 യൂണിറ്റ്സ് വരുന്നുള്ളൂ. ആ 3 യൂണിറ്റ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ യൂണിറ്റ് 6 ആണ്, യൂണിറ്റ് 7 ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, യൂണിറ്റ് 8 പ്രോസ്പെക്ടസ്. ഇങ്ങനെ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. 3 ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ബ്ലോക്ക് 3ലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ആൻഡ് മെമ്പർഷിപ്പ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റ് 9 ഷെയർ ആൻഡ് ലോൺ ക്യാപിറ്റൽ, യൂണിറ്റ് 10 നമ്മൾ പറയുന്നത് ഇഷ്യൂ ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്, യൂണിറ്റ് 11 നമ്മൾ ഇതേ ഷെയർസിന്റെ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ എങ്ങനെയാന്നുള്ളതും, യൂണിറ്റ് 12ലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മെമ്പർഷിപ്പ് ഓഫ് എ കമ്പനി എങ്ങനെയാന്നുള്ളതുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 4ലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കമ്പനി മാനേജ്മെന്റ് എങ്ങനെയെന്നുള്ള, അപ്പൊ കമ്പനി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ യൂണിറ്റ് 13 നമ്മൾ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, യൂണിറ്റ് 14 നമ്മൾ മാനേജേഴ്സ്, മാനേജീരിയൽ റെമ്യൂണറേഷൻ എങ്ങനെയാണ് വരുന്നത്, യൂണിറ്റ് 15 നമ്മൾ കമ്പനി സെക്രട്ടറി എന്താണ്, ദെൻ യൂണിറ്റ് 16 നമ്മൾ മീറ്റിംഗ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോർഡ് എങ്ങനെയാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ദെൻ 5th ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഡിവിഡൻഡ്, അക്കൗണ്ട്സ്, ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ് എന്നുള്ളതാണ് ബ്ലോക്കിന്റെ പേര്. ഈ ബ്ലോക്കിൽ അതേ കാര്യങ്ങൾ തന്നെ ഓരോന്നും ഓരോ യൂണിറ്റിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. യൂണിറ്റ് 17 ഡിവിഡൻഡ്, യൂണിറ്റ് 18 അക്കൗണ്ട്സ്, യൂണിറ്റ് 19 ഓഡിറ്റ് ആൻഡ് യൂണിറ്റ് 20 നമ്മൾ വൈൻഡിങ് അപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹോൾ കമ്പനി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് ഒട്ടും അങ്ങനെ ഒരു ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല, തിയറി സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഓരോ ബ്ലോക്കുകളും ഓരോ യൂണിറ്റ്സും നമുക്ക് ലെസൺസിലൂടെ പഠിച്ച് എടുക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.